നിങ്ങൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ MRI ചെയ്തു കൊടുക്കേണ്ട ഒരു കാരണം എന്താണ്? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ റെമഡീസ് ഉണ്ട്. അതായത് നമുക്ക് അവർക്ക് ഹെഡ്ഫോൺ കൊടുത്തിട്ട് പാട്ട് കൊടുക്കാം. അവർക്ക് ഒറ്റക്ക് അതിനകത്ത് പോകാൻ പേടിയാണെങ്കിൽ കൂടെയുള്ള അവരെ നിൽപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ അവരെ കൂടെ നിന്ന് കൊടുക്കും. നമ്മൾ MRI സ്കാൻ മാത്രമല്ല, നമുക്കിപ്പോൾ CT സ്കാൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്രൊസീജിയറുകളായിക്കോട്ടെ, എല്ലാത്തിനും നമ്മളെടുത്ത് പൈസ കുറവാണ്. ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. F0 വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ വടകര CM ഹോസ്പിറ്റലാണ് വന്നിട്ടുള്ളത്. MRI സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഞാൻ വരാനുള്ള ഒരു കാരണം, ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ MRI പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ടെൻഷൻ ആണല്ല, പൈസ ആലോചിച്ചിട്ട്. എന്നാൽ ഇവിടെ വന്ന സമയത്ത് കാണാനും അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, MRIക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ, ഇത് പലർക്കും ഗുണം ചെയ്യും എന്നുള്ളൊരു കാഴ്ചയിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എത്രമാത്രം നമുക്ക് സാധാരണക്കാർക്ക് ഗുണമുണ്ട് ഒക്കെ നമുക്കറിയാം. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ CM ഹോസ്പിറ്റലിന്റെ MRIയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പോവാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് CM ഹോസ്പിറ്റലിന്റെ മാനേജർ റെയ്സ് ഭായ് ആണ്. നിങ്ങൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ MRI ചെയ്തു കൊടുക്കേണ്ട ഒരു കാരണം എന്താണ്? നമ്മൾ CM ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. നമ്മൾ MRI സ്കാൻ മാത്രമല്ല, നമുക്കിപ്പോൾ CT സ്കാൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്രൊസീജിയറുകളായിക്കോട്ടെ, എല്ലാത്തിനും നമ്മളെടുത്ത് പൈസ കുറവാണ്. ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. MRI മാത്രമല്ല. ഓ, അത് ശരി. അപ്പൊ CT സ്കാൻ ഒക്കെ എത്ര വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? CT സ്കാൻ നമ്മൾ ബ്രെയിൻ CT സ്കാൻ 1400 രൂപയുള്ളൂ. 1400 രൂപ. MRIയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? MRIയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ MRI സ്കാനിനും 3500 രൂപയാണ്. അതിപ്പോൾ സ്ക്രീനിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 2500 രൂപയാണ്. പക്ഷെ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അത് 3500 രൂപ വരെയുള്ളൂ. അതിപ്പം ഏതിൻ്റെതായാലും, LS സ്പൈൻ്റെതായിക്കോട്ടെ, നിങ്ങൾക്ക് കഴുത്തിൻ്റെതായിക്കോട്ടെ, കാലിൻ്റെതായിക്കോട്ടെ, ഏത് ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 3500 രൂപ. ഇതല്ലാതെ രാത്രി സമയത്ത് ചെയ്ത വേറൊരു ഒന്നുകൂടെ ഡിസ്കൗണ്ട് ഉണ്ട്. 9 മണി മുതൽ രാവിലെ 6 മണി വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് 3000 രൂപക്കാണ്. വീണ്ടും ഒരു 500 രൂപ വീണ്ടും കുറയും രാത്രി സമയത്ത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ മൈൻഡിലുണ്ടാവുന്ന, എന്റെ മൈൻഡിലടക്കം വന്നൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം ക്വാളിറ്റി കുറവാണോ, അല്ലെങ്കിൽ മെഷീന്റെ ക്വാളിറ്റി കുറവാണോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതിനെന്താണ് നിങ്ങളുടെ? അതിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളത് 1.5 ടെസ്ല മാഗ്നറ്റോം അവെന്റോ എന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ്. അതായത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, ക്ലിനിക്കുകളിലായിക്കോട്ടെ, എല്ലായിടത്തിലും അവൈലബിൾ ആയിട്ടുള്ള അതിൽ ആ ക്വാളിറ്റിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മെഷീനാണ്. അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. സീമെൻസ് 1.5 ടെസ്ല മാഗ്നറ്റോം അവെന്റോ, ഇതാണ് നമ്മളെ മെഷീൻ. അപ്പൊ എല്ലാവരും ഏകദേശം എല്ലാവരും നമ്മൾ കാണുന്ന മെഷീൻ തന്നെ യൂസ് ചെയ്യും. അതെ. എന്നാലും ആ റേറ്റ് കുറച്ചിട്ടാണ് സാധാരണക്കാരനും മാക്സിമം അവരോട് സപ്പോർട്ട്. അതെ, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുക. നമുക്കിപ്പോൾ വരുന്ന പേഷ്യൻസ് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ഈ പൈസ കൂടുതലായതുകൊണ്ട് നമ്മളെ അടുത്തേക്ക് അറിഞ്ഞിട്ട് വരുന്നുണ്ട്. ഒരാൾ MRI ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്? നമ്മൾ അവരിപ്പം ഇപ്പോൾ ഫീമെയിൽ പേഷ്യൻ്റ് ആയിക്കോട്ടെ, മെയിൽ പേഷ്യൻ്റ് ആയിക്കോട്ടെ, മെയിൽ ആണെങ്കിൽ അവരുടെ കയ്യിൽ വാച്ച് ഉണ്ടാവും, ഫീമെയിൽസ് ആണെങ്കിൽ കുറേ ഓർണമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് ഊരി വെക്കാൻ പറയും. പിന്നെ മാത്രമല്ല, അവരിപ്പോൾ പുറത്തുനിന്ന് ഇട്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ഗൗണ് കൊടുക്കും. ഓരോ പേഷ്യൻസിനും ഓരോ ഗൗണ് കൊടുക്കും. നമ്മൾ ആ ഗൗൺ അവരെ കൊണ്ടിടിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിപ്പോൾ മാഗ്നറ്റ് ആണ്. അപ്പോൾ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കാന്തമാണല്ലോ. അപ്പോൾ കാന്തം അട്രാക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നും നമുക്ക് MRIൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ATM കാർഡ് അങ്ങനത്തെ ഒന്നും അതിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു MRI ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു പേടി അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഇതിന് റേഡിയേഷൻ ഉണ്ടാവുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത്, നമുക്ക് CT സ്കാൻ എടുക്കുകയാണെങ്കിൽ റേഡിയേഷൻ ഉണ്ട്, എക്സ്റേ എടുക്കുകയാണെങ്കിൽ റേഡിയേഷൻ ഉണ്ട്. MRI സ്കാൻ എന്ന് പറയുന്നത് അതൊരു കാന്തം കൊണ്ട് ചെയ്യുന്നതാണ്, മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് MRIൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് MRI ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും റേഡിയേഷൻ ഇല്ല, ഒരിക്കലും ഇല്ല. ആ ടെൻഷൻ ആവശ്യമില്ല, കാരണം അത് മാഗ്നറ്റ് ആണ്. എത്ര സമയം എടുക്കും ഈ ഒരു MRI കഴിയാൻ വേണ്ടി? നമ്മളിപ്പോൾ ഒരു ബ്രെയിൻ സ്കാനിന് നോർമൽ ബ്രെയിൻ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20 minutes to half an hour, ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് നമുക്ക് എടുക്കുന്നത്. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഇതിന് സമയം എടുക്കുന്നത്. മറ്റൊരു കാര്യം, ഈ MRI ചെയ്ത് പുറത്തു വന്ന പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി? അത് പറഞ്ഞാലേ, നമുക്ക് MRI ചെയ്യുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാവാം. പക്ഷെ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ റെമഡീസ് ഉണ്ട്. അതായത് നമുക്ക് അവർക്ക് ഹെഡ്ഫോൺ കൊടുത്തിട്ട് പാട്ട് കൊടുക്കാം. നമ്മളിവിടുന്ന് എല്ലാ പേഷ്യൻസിനും നമ്മൾ ചോദിക്കും അവരോട് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ സോങ് പ്ലേ ചെയ്യണോ, മലയാളം വേണോ. അപ്പോൾ അതൊക്കെ ആളുകൾ ആസ്വദിച്ചിട്ടാണ് ഇപ്പോൾ MRI ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പം അവർക്ക് ഒറ്റക്ക് അതിനകത്ത് പോകാൻ പേടിയാണെങ്കിൽ കൂടെയുള്ള അവരെ നിൽപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ അവരെ കൂടെ നിന്ന് കൊടുക്കും. നമ്മളിപ്പോൾ MRI ചെയ്യുന്ന സമയത്ത് അനങ്ങാതെ കിടക്കണം എന്ന് പറയുന്നുണ്ടല്ലോ,
കുഞ്ഞു മക്കളൊക്കെ അങ്ങനെ കിടക്കുവോ? കുഞ്ഞുമക്കളെ ഇപ്പോൾ ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവിടെ ഒരു സംസാരിച്ച് അവർക്ക് ഈ മ്യൂസിക് ഒക്കെ കൊടുത്താൽ അവർ കിടന്നോളും. അപ്പോൾ 3 വയസ്സിന് താഴെയൊക്കെ വരുമ്പോഴാണ് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ മയക്കമൊക്കെ കൊടുത്തിട്ട് നമ്മൾ അനസ്തേറ്റിസ്റ്റ് ഇവിടെ ഉണ്ട്, ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് പീഡിയാട്രിഷ്യനൊക്കെ ഇവിടെ വരും. എന്നിട്ട് മയക്കം കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി മാത്രമല്ല, ഇനി 3 വയസ്സുള്ള കുട്ടികൾ മുകളിലാണെങ്കിൽ അവർക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ നമുക്കൊരു ബസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് അവരെ കയ്യിൽ കൊടുത്താൽ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും ഒരു മ്യൂസിക് വരുമ്പോൾ. അപ്പോൾ തന്നെ ഇവർക്ക് പോയി നോക്കാം എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇവിടെ സ്കാനിങ്ങിന്റെ ടൈം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമുക്ക് 24 മണിക്കൂർ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് 24 മണിക്കൂറാണ്. നമുക്ക് സ്റ്റാഫൊക്കെ റൊട്ടേഷൻ വൈസിൽ നൈറ്റിലേക്ക് MRIക്ക് മാത്രമായിട്ട് സ്റ്റാഫ് ഉണ്ട്, അതേപോലെ ഡേയിൽ MRIക്ക് മാത്രമായിട്ട് സ്റ്റാഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഇപ്പൊ ബുക്ക് ചെയ്ത് വെക്കണോ, അല്ല ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്? അവരെ ബുക്കിംഗ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ഇന്ന് വന്ന ആൾക്കാരെ ഇന്ന് തന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയിട്ട് തന്നെ തീർത്ത് വിടാൻ നോക്കും. അവർക്ക് ഇനിയിപ്പം നാളെയാണ് വേണ്ടതെങ്കിൽ നാളെ കൊടുക്കും. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ അവരെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാത്രം. ഇവിടെ തന്നെ വന്ന് നമ്മൾ സ്കാൻ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും എന്തായാലും നമ്മുടെ മാനേജറോ ഹോസ്പിറ്റലോ ഒന്നും വാശി പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു MRI സ്കാനിന്റെ ഒരു വിഷയം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.